ബി.ജെ.പിക്ക് ആദ്യമായി ഭരണം കിട്ടിയ തിരുവനന്തപുരം നഗരസഭയിലെ മേയർ സ്ഥാനത്തേക്ക് മുൻ DGP ആർ ശ്രീലേഖ മത്സരിക്കാൻ സാധ്യതയേറി. ഇന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കും. ബി.ജെ.പിയിലെ അന്തിമ ചർച്ചകൾ ആർ ശ്രീലേഖയെ മേയറാക്കുന്നതിന് അനുകൂലമാണ്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്, ക്രിസ്മസ് ആശംസകൾ. നമ്മൾ ഇക്കാര്യം നേരത്തെ ചർച്ച ചെയ്താണ്. ശ്രീലേഖ IPS മേയർ സ്ഥാനത്തേക്ക് വരുന്നതിൽ താല്പര്യമുള്ള ഒരു കൂട്ടം ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഒരു താല്പര്യം നമ്മുടെ സിറ്റി ഭരിക്കുന്നതിൽ ഒരു IPSകാരി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ BJP ആ തരത്തിൽ തീരുമാനമെടുക്കുന്നതല്ലേ ഉചിതമെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിനിടയിലാണ് VV രാജേഷിൻ്റെ പേരൊക്കെ കടന്നു വന്നത്. അപ്പോൾ എന്താണ് പ്രശാന്ത്, തീരുമാനം ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാരണം? മോത്തി, ഗുഡ് മോർണിംഗ്, ക്രിസ്മസ് ആശംസകൾ. തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് ആദ്യമായി ഭരണം കിട്ടുന്നു. അപ്പോൾ ആ മേയർ സ്ഥാനത്തേക്ക് ആദ്യ വനിതാ IPS ആയ ആർ ശ്രീലേഖ വരുന്നു എന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് BJPക്കുള്ളിൽ നിന്ന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിർണായകമായ ചർച്ചകൾ നടന്നു. കൗൺസിലർമാരെ എല്ലാം വിളിച്ച് അവരുടെ അഭിപ്രായം കേട്ടു. ആരെയാണ് മേയർ ആക്കേണ്ടത് എന്നതല്ല, അതിനപ്പുറത്തേക്ക് എന്താണ് ഓരോ കൗൺസിലറുടെയും കാഴ്ചപ്പാടെന്നതാണ്. പലരും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആൾ വേണം എന്ന ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത് ആർ ശ്രീലേഖ IPSനെ മേയറാക്കുന്ന തരത്തിലാണ്. 3 പേരുകൾ ഇതിനോട് ഉയർന്നു വന്നിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നിലേക്കൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആർ ശ്രീലേഖ IPS, കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭയിൽ സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത VV രാജേഷ്, പിന്നെ MR ഗോപൻ, ഒപ്പം തന്നെ MR ഗോപൻ. ഈ 3 പേരുകളാണെങ്കിലും തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണം നേടിയത് 45 വർഷം ഭരിച്ച LDFന് മറിച്ചിട്ടുകൊണ്ടാണ്. അപ്പോൾ ഈ കഴിഞ്ഞ LDF ഭരണത്തിനെതിരെ അടക്കം BJP ഉയർത്തുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. വനിതാ IPS ആയ ആർ ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ അത് അത്തരമൊരു സന്ദേശമാകും, അതായത് അഴിമതി വിരുദ്ധ ഭരണം എന്ന സന്ദേശമാകും എന്നൊക്കെ വിലയിരുത്തലും അത്തരം കാര്യങ്ങളെല്ലാം കണക്കുകൂട്ടിക്കൊണ്ടാണ് ആ ഒരു പേരിലേക്ക് എത്തുന്നത്. അപ്പോഴും എത്രത്തോളം പ്രായോഗിക രാഷ്ട്രീയം അവർക്ക് പയറ്റാൻ കഴിയും എന്നതൊക്കെ ഒരു വലിയ ചോദ്യമായി തന്നെ നേതാക്കൾക്കിടയിലുണ്ട്, പ്രവർത്തകർക്കിടയിലുണ്ട്. എന്തായാലും ഇപ്പോൾ ചർച്ച എത്തി നിൽക്കുന്നത് ആർ ശ്രീലേഖയിലാണ്. ഏറെക്കുറെ ആ തീരുമാനത്തിലേക്ക് തന്നെ എത്തും. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ BJPക്ക് ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമെല്ലാം വളരെ പ്രധാനമാണ്. കാരണം 3 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏത് രീതിയിൽ പൊളിറ്റിക്കലി BJPക്ക് ഏതാകും ഗുണം ചെയ്യുക എന്ന ഒരു ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകും ഒരു അവസാന പേരിലേക്ക് അല്ലെങ്കിൽ ഒരു ഫൈനൽ വേർഡിലേക്ക് എത്തുക. കാരണം നമുക്കറിയാം, BJP ദേശീയ അധ്യക്ഷൻ്റെ പേരായിട്ട് പലരും പല പേരുകളും ഉയർത്തിയിരുന്നു. പക്ഷേ അവസാനം പേര് വന്നത് വളരെ അപ്രതീക്ഷിതമായ ഒരു പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPക്കുള്ളിലെ നാടകീയതയൊക്കെ അവസാന നിമിഷവും മാറിമറിയാം. എന്തായാലും നിലവിൽ ആർ ശ്രീലേഖ IPS മേയറാകും എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ നിലവിൽ മേയർ സീറ്റ് എന്നത് റിസർവേഷനില്ല, ജനറൽ സീറ്റാണ്. പുരുഷന് ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റായിരുന്നു. അതുകൊണ്ടാണ് VV രാജേഷിൻ്റെ പേരും ഉയർന്നു വന്നിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയാണെങ്കിൽ മേയറും ഡെപ്യൂട്ടി മേയറും വനിതയാകും. ഡെപ്യൂട്ടി മേയർ വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു. പ്രശാന്ത്, ഏതായാലും സന്തോഷമുള്ളൊരു കാര്യമാണ്.